തുടർച്ചയായ 5-ാം വർഷവും മട്ടുപ്പാവിലെ കൃഷിയിൽ 100 മേനി കൊയ്ത് അധ്യാപകനായ സുൽത്താൻ ബത്തേരി ചീരാൽ നീലകണ്ഠമന്ദിരം ധനേഷ് കുമാർ തന്റെ വീടിന്റെ മുകളിൽ ഇത്തവണ 50ഓളം ചാക്കിൽ ചേനയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിയോടുള്ള അതിയായ ആഗ്രഹമാണ് അധ്യാപകനും സാമൂഹ്യ കലാപ്രവർത്തകനും എഴുത്തുകാരനുമായ ധനേഷ് മാഷിനെ കൃഷിയുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് 5ാമത്തെ വർഷമാണ് നമ്മൾ ടെറസ് ഫാമിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ 2 വർഷവും നെൽകൃഷിയായിരുന്നു. ആദ്യ വർഷം ആതിരയായിരുന്നു, 2ാമത്തെ വർഷം ബ്ലാക്ക് റൈസ് കറുത്ത നെല്ല ചെയ്തിരുന്നത്. പിന്നത്തെ വർഷം നമ്മൾ കാന്താരി കൃഷിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ബന്ദി കൃഷി ചെയ്തായിരുന്നു. ഇത് 5ാമത്തെ വർഷം നമ്മൾ ചേന കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. തന്റെ 25 സെന്റ് സ്ഥലത്തെ ചെറിയ കൃഷിക്ക് പുറമെ 2019-ലാണ് മട്ടുപ്പാവ് കൃഷി എന്ന ആശയത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. ആദ്യ 2 വർഷം നെൽകൃഷിയാണ് ചെയ്തത്. പിന്നീട് കാന്താരിയും തൊട്ടടുത്ത വർഷം ചെണ്ടുമല്ലി കൃഷിയും ചെയ്തു. ഇതെല്ലാം പൂർണ്ണമായും 100% വിജയം കണ്ടു. ഇതോടെയാണ് ഇത്തവണ ചേന കൃഷി പരീക്ഷിക്കാമെന്നുള്ള ചിന്തയിലേക്ക് വന്നത്. അതും ഇപ്പോൾ പൂർണ്ണമായും വിജയം കണ്ടിരിക്കുകയാണ്. വിളവെടുപ്പിന് പാകമായ 50 ചുവട് ചേനയാണ് ധനേഷ് കുമാർ മാഷിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുന്നത്. സിമന്റ് ചാക്കുകൾ മുറിച്ചെടുത്ത് ഗ്രോ ബാഗ് മാതൃകയിലാക്കി അതിലാണ് ചേന കൃഷി ചെയ്തിരിക്കുന്നത്. കരിയില, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നീട് 2 പിടി മണ്ണുമിട്ടാണ് ചേന നട്ടത്. പിന്നീട് ചേനയുടെ വളർച്ചയ്ക്കനുസരിച്ച് ബാഗിൽ മണ്ണിട്ട് നൽകിയാണ് കൃഷി ചെയ്തതെന്ന് ധനേഷ് കുമാർ മാഷ് പറഞ്ഞു. നമ്മളിത് നട്ടിരിക്കുന്നത് സിമന്റ് ചാക്കുകളിലാണ്. അതായത് നമ്മൾ ചാക്കുകൾ പല സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തിട്ട് കെട്ടിയിട്ടാണ് ഗ്രോ ബാഗിൻ്റെ പോലത്തെ ഷേപ്പാക്കി അതിലാണ് നമ്മൾ ചേന നട്ടിരിക്കുന്നത്. കരിയിലയാണ് ഒരു 3/4 ഭാഗവും നിറച്ചത്. അതിനുശേഷം ചേനവിത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ചേനവിത്ത് അതിലേക്ക് വെക്കുകയും തുടർന്ന് എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എന്നിവ മിക്സ് ചെയ്തിട്ട് ആ ചേനവിത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ തൂവി കൊടുക്കുകയാണ്. പിന്നെ 2 പിടി മണ്ണും കൂടെ നമ്മൾ കൊടുത്തു. ഇതിൽ ആദ്യം തന്നെ മണ്ണ് നിറയ്ക്കുന്നില്ല. ഓരോ വളർച്ചയുടെ ഘട്ടം അനുസരിച്ചാണ് നമ്മളിതിൽ മണ്ണ് നിറച്ച് കൊണ്ടുവന്നത്. മാർച്ച് മാസം ഒരു 14-15 തീയതികളിലാണ് നമ്മൾ ഈ ഒരു നട്ടു തുടങ്ങിയത്. 2 ദിവസം കൊണ്ട് നട്ട് കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഓരോ സമയത്തും കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തുകയുണ്ടായി. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ജലസേചനമാണ്. അപ്പോൾ നമ്മൾ 2 നേരവും കൃത്യമായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാത്രവുമല്ല, ഈ വെള്ളം വീണ് ടെറസിന് ഒരു ചോർച്ച വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് സെറാമിക് റൂഫിംഗ് ടൈലുകൾ നമ്മളൊരു ചെരിച്ച് തന്നെ അതിൻ്റെ പാത്തി വരുന്ന രീതിയിലേക്ക് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഗ്രോ ബാഗ് ചാക്കുകളൊക്കെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 5 വർഷമായിട്ട് നമുക്ക് ഈ ഒരു ചോർച്ചയുടെ പ്രശ്നങ്ങൾ ഇതുവരെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. വിളകൾക്ക് കൃത്യമായ രീതിയിൽ ജലസേചനം നൽകാൻ 2 ജലസംഭരണി മട്ടുപ്പാവിൽ മാഷ് സ്ഥാപിച്ചിട്ടുണ്ട്. ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് മാഷിന്റെ കൃഷി എന്നതും പ്രത്യേകതയാണ്. മട്ടുപ്പാവിലെ കൃഷി പലപ്പോഴും ചോർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. ഇതിന് പരിഹാരമായി സെറാമിക് റൂഫിംഗ് ടൈലുകളുടെ ഉപയോഗശൂന്യമായ വലിയ കഷ്ണങ്ങൾ ടെറസിൽ നിരത്തിവെച്ച് അതിനു മുകളിൽ ഗ്രോ ബാഗുകളും ചെടിച്ചട്ടികളും വെച്ചാണ് കൃഷി ചെയ്യുന്നത്. വെള്ളം ഒഴിവായി പോകാവുന്ന തരത്തിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. ഭാര്യ സജിത, ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിയായ മകൻ അമൃത് ശങ്കർ എന്നിവരും മട്ടുപ്പാവ് കൃഷികൾക്കും പരിചരണങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. ചേന വിളവെടുപ്പിന് ശേഷം അടുത്തത് എന്ത് കൃഷി ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് ഈ കുടുംബം.